എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. കാരണം നിസ്സാരമായൊരു പരീക്ഷയല്ല നിങ്ങൾ പാസ്സായി ഇവിടെ എത്തി നിൽക്കുന്നത്. അഭിമുഖത്തിൻ്റെ ആ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കടമ്പയാണ് ഇൻ്റർവ്യൂ അഥവാ മുഖാമുഖം എന്ന മൂന്നാം സ്റ്റേജ് അഭിമുഖം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ പ്രധാനമായും അളക്കുന്നത് പരീക്ഷയ്ക്ക് പഠിച്ച അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതിയ ഉത്തരങ്ങൾ ഇവിടെ ആവർത്തിക്കുകയല്ല വേണ്ടത്. ഓരോ ചോദ്യങ്ങളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സമീപനം എന്താണ് എന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഭിമുഖം അഥവാ മുഖാമുഖം നടത്തുന്നത്. അതിന് തയ്യാറെടുക്കുന്നവർ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില വസ്തുതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. HSA ഇൻ്റർവ്യൂവിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക്. ആദ്യമായി അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രം അകത്ത് കയറുക. 3 പേര് ഉള്ളടങ്ങിയിട്ടുള്ള ഒരു പാനലിന് മുമ്പാകെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ പോകുന്നത്. അവരൊരു മുറിയിലായിരിക്കും സ്വാഭാവികമായിട്ടും ഇരിക്കുന്നത്. നമ്മുടെ പേര് വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായും അടച്ചിട്ട വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചോദിക്കണം? മേ ഐ കം ഇൻ, അല്ലെങ്കിൽ ഞാൻ ഉള്ളിലേക്ക് കടന്നുകൊള്ളട്ടെ എന്ന് അവരോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, മുറിയിലേക്ക് കയറി ചെല്ലാവൂ. സാമാന്യ മര്യാദകൾ അടക്കമുള്ള കാര്യങ്ങൾ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് എന്ന കാര്യം എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അഭിവാദ്യം ചെയ്യുക. നമ്മൾ മിക്കവാറും പേര് വളരെ ടെൻഷൻ അടിച്ചുകൊണ്ടായിരിക്കും അല്ലേ ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറി ചെല്ലുന്നത്. നമ്മൾ പല സാമാന്യ മര്യാദകൾ പലപ്പോഴും നമ്മൾ മറക്കാറുണ്ട്. അങ്ങനെ ടെൻഷനോടുകൂടി കയറി ചെല്ലുമ്പോൾ തീർച്ചയായും വേണ്ട. നമ്മൾ പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സായവരാണ്. ആ ഒരു പ്രസന്നത, ആ ഒരു ആത്മവിശ്വാസം എന്തായാലും എവിടെ ഉണ്ടാകണം? നിങ്ങളുടെ മുഖത്തുണ്ടാകണം. ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായി എഴുതിയ ആളാണ്, അതെല്ലാം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇവരെന്ത് ചോദ്യം ചോദിച്ചാലും കൃത്യമായി ഉത്തരം പറയാൻ എനിക്ക് സാധിക്കും എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഇൻ്റർവ്യൂ പാനലിന് തോന്നണം. ആ മാതിരിയായിരിക്കണം നിങ്ങളുടെ മുഖഭാവം ക്രമീകരിക്കേണ്ടത്. അതുപോലെ തന്നെ അധ്യാപകരെ കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അഭിവാദ്യം ചെയ്യുക എന്നുള്ളത്. സുപ്രഭാതം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന കാര്യം നിർബന്ധമായും പറഞ്ഞിട്ടുണ്ടാകണം. അതിനുശേഷമാണ് നമ്മൾ കസേരയിൽ ഇരിക്കാൻ പോകുന്നത് അല്ലേ. 3 പേരുള്ളടങ്ങിയിട്ടുള്ള പാനലിന് മുമ്പാകെ ഇട്ടിരിക്കുന്ന കസേരയിലാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇരിക്കാൻ പാകത്തിലുള്ള അകലത്തിലായിരിക്കും കസേര ഇട്ടിരിക്കുക. അതെന്ത് ചെയ്യരുത്? വലിക്കാൻ ശ്രമിക്കരുത്. കസേര വലിച്ചെടുത്തിട്ട് അതിലേക്ക് ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. കാരണം കൃത്യം ഇരിക്കാനുള്ള അകലത്തിലായിരിക്കും അത് ഇട്ടിട്ടുണ്ടാവുക. ഇവിടെയൊക്കെ അളക്കപ്പെടുന്നത് നിങ്ങളുടെ സാമാന്യ മര്യാദയും അതുപോലെ തന്നെ നിങ്ങളുടെ പെരുമാറ്റ ഗുണങ്ങളുമാണ് ഇവിടെയെല്ലാം അളക്കപ്പെടുന്നത്. ഈ വക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എപ്പോഴും മുഖത്ത് ഒരു പ്രസന്ന ഭാവം അത് സ്ഥിരമായി നിങ്ങൾ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും ഒരു ചിരിയോടുകൂടി, എന്ന് വെച്ചാൽ പൊട്ടിച്ചിരിക്കാനോ കളിയാക്കി ചിരിക്കാനോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം തെളിയുന്ന വിധത്തിലുള്ള ഒരു പുഞ്ചിരി മായാതിരിക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഞാൻ ഇവിടെ പറയാത്തൊരു കാര്യമുണ്ട്, വസ്ത്രധാരണത്തെക്കുറിച്ച്. ഏറ്റവും മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ് അഭികാമ്യം. കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ കഴിവതും ഉപേക്ഷിക്കുക. ലൈറ്റായിട്ടുള്ള കളറായിരിക്കും എപ്പോഴും നല്ലത്. ആണുങ്ങളാണെങ്കിൽ ഷർട്ടും പാൻറ്റും ഇൻ ചെയ്തുകൊണ്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. പെണ്ണുങ്ങളാണെങ്കിൽ സാരി ആകട്ടെ ചുരിദാർ ആകട്ടെ അതുപോലെ എല്ലാം തന്നെ കടും കളർ ഒഴിവാക്കിക്കൊണ്ട് ലൈറ്റ് കളർ, കാണുമ്പോൾ തന്നെ ഒരു പ്ലീസിങ് തോന്നുന്ന ഒരു കളറ് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ പാനൽ ആവശ്യപ്പെട്ട ശേഷം മാത്രം കസേരയിൽ ഇരിക്കുക. കസേര എവിടെ കിടപ്പുണ്ടല്ലോ, ഇരിക്കാൻ പാകത്തിലുള്ള അകലത്തിലാണല്ലോ എന്ന് അവർ പറയാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, കയറി ഇരുന്നേക്കാം എന്ന് കരുതരുത്. അവർ പറഞ്ഞതിന് ശേഷം മാത്രമേ ആ കസേരയിൽ നമ്മൾ ഇരിക്കാവൂ.
പിന്നെ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതാണ്, പ്രസന്ന വദനത്തോടു കൂടി മാത്രം എപ്പോഴും പെരുമാറാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ പലതരത്തിൽ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം ഈ പാനലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വന്ന പലരും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് 3 പേരായിരിക്കും ഉണ്ടാവുക. നമ്മളെ മലയാളമാണല്ലോ വിഷയം. അപ്പോൾ മലയാളത്തെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളുണ്ടാകും. അതുപോലെ ജനറലായിട്ട് സംസാരിക്കാൻ, മിക്കവാറും പെഡഗോഗി പാർട്ടൊക്കെ സംസാരിക്കാൻ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ഉള്ള ഒരാളുണ്ടാകും. അതുകൂടാതെ GK യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരാളുണ്ടാകും. ഇങ്ങനെ 3 പേരാണ് സാധാരണഗതിയിൽ പാനലിൽ ഉണ്ടാകുക പതിവ്. അപ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ അതിന് മറുപടി പറയുന്നു. ആ മറുപടി പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ മറ്റൊരാൾ കയറി ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായോ? ഒരു ക്ലാസ് റൂമാണ് നമ്മളിനി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ക്ലാസ് റൂമിൽ എല്ലാവരും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന പോലെയുള്ള കുട്ടികളായിരിക്കുമോ? ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കരുത്. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളായിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവുക. അവരെ അച്ചടക്കത്തോടു കൂടി ഇരുത്താൻ പര്യാപ്തമാക്കുക എന്നുള്ളത് നമ്മുടെ കഴിവിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ അത്തരത്തിൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റിനുള്ള കഴിവ് നമുക്കുണ്ടോ എന്നുള്ള കാര്യം വരെ എവിടെ അടയാളപ്പെടുന്നുണ്ട്? ഇൻ്റർവ്യൂവിൽ അടയാളപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ക്ഷമ നശിക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കയറി സംസാരിച്ചാൽ നമ്മുടെ ക്ഷമ, കോൺസെൻട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന കാര്യം അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഉത്തരം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മറ്റൊരാൾ കയറി ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? പാർഡൺ മീ സർ, ഐ ആം കമ്മിങ് ടു യു എന്ന് പറയാം, അല്ലേ? ക്ഷമിക്കണം, ഞാൻ താങ്കളിലേക്ക് വരാം, ഞാൻ ഇതൊന്ന് മുഴുമിപ്പിച്ചോട്ടെ എന്ന് പറയാൻ ശ്രദ്ധിക്കണം. കാരണം എന്താണ്? നമ്മുടെ ക്ഷമ നശിക്കുന്നില്ല, നമ്മുടെ സംസാരിക്കുന്നതിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുന്നില്ല, കൃത്യം പോയിന്റ് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ ഇടയ്ക്ക് കയറി ചോദിച്ച അധ്യാപകനെ നമ്മൾ മുഷിപ്പിക്കുകയും ചെയ്യുന്നില്ല. ഏറ്റവും ബഹുമാനത്തോടു കൂടി നമ്മൾ പറയുകയാണ്, ഞാൻ താങ്കളിലേക്ക് വരാം എന്ന് പറയുകയാണ്. ഇതൊന്ന് മുഴുമിപ്പിച്ചോട്ടെ, ഞാൻ താങ്കളിലേക്ക് വരാം എന്നാണ് നമ്മൾ പറയുന്നത്. കിട്ടിയല്ലോ? ഈ ഒരു സമീപനമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്, ഇൻ്റർവ്യൂവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബയോഡാറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ കഴിവതും ഒഴിവാക്കുക, അല്ലേ? കാരണം എന്താ? ഓൾറെഡി നമ്മൾ ബയോഡാറ്റ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന അവസരത്തിൽ എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഇന്നയാളാണ് എൻ്റെ അച്ഛൻ, ഇന്നയാളാണ് എൻ്റെ അമ്മ, ഞാൻ LKG മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഇന്ന സ്കൂളിലാണ്. ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ വക ഡീറ്റെയിൽസ് ഒക്കെ തന്നെയും ആരുടെ കയ്യിലുണ്ട്? നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പേര് പറഞ്ഞതിന് ശേഷം പേര് പോലും പറയണ്ട എന്നുള്ളതാണ് ഏറ്റവും പുതിയ നിയമം. കാരണം എന്താ? നമ്മളെ പേര് വിളിച്ചാണല്ലോ അകത്തേക്ക് ഇരുത്തുന്നത്. അപ്പം നമ്മുടെ പേരെന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്കുണ്ട്. പേര് പറയണമെങ്കിൽ പറയാം, ഞാൻ ഇന്നയാളാണ്, എൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും ഞാൻ ബയോഡാറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബയോഡാറ്റയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത എന്നാൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ ഉൾച്ചേർക്കാം അല്ലെങ്കിൽ ഞാനിവിടെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ചില പോയിന്റുകൾ പറഞ്ഞാൽ അത് പ്രത്യേകം പ്രശംസനീയമായിരിക്കും. കാരണം ബയോഡാറ്റയിൽ ഓൾറെഡി തന്നിട്ടുള്ള വിവരങ്ങളെ നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കൂ. ഇവിടെ ഉൾപ്പെടുത്താത്ത ചില കാര്യങ്ങൾ കൂടി, എൻ്റെ ചില മേന്മകൾ കൂടി എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും പോസിറ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മവിശ്വാസത്തെ അത് കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യും. പിന്നെ എന്താണ്? പരിചയപ്പെടുത്താൻ ആവശ്യപ്പെടുമ്പോൾ നേട്ടങ്ങൾ കഴിവതും ഉൾപ്പെടുത്തുക. നമ്മൾക്ക് ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ടാകും, നമുക്ക് ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടാകും. അതിനെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പരീക്ഷ എഴുതി ഇവിടം വരെ നമ്മൾ എത്തി നിൽക്കുന്നു. നേതൃത്വ പാഠവും എനിക്കുണ്ട്. ഏതൊരു മോശപ്പെട്ട സിറ്റുവേഷനെയും ഏറ്റവും സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. നിങ്ങൾക്കുള്ള കഴിവ് എന്തു തന്നെയാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവക്കാരനല്ല ഞാൻ, അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് പറയാവുന്ന എല്ലാ നല്ല ഗുണങ്ങളും നിങ്ങൾക്കത് ഉണ്ടായിരിക്കണം. അവസാനം ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ തന്നെ അത് കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഗുണങ്ങൾ കൃത്യമായും അവിടെ അവതരിപ്പിക്കാൻ, പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാൻ ശ്രമിക്കുക. അരി എത്ര പയർ അഞ്ഞാഴി എന്നൊരു ചൊല്ലുണ്ടല്ലേ? അതായത് ആരെങ്കിലും ഒരാൾ ചോദ്യം ചോദിച്ചാൽ കൃത്യമായ ഉത്തരം നമുക്കറിയില്ലെങ്കിൽ നമുക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നമുക്കുള്ളതാണ്.
ഒരു ഇൻ്റർവ്യൂവിൽ, ഏറ്റവും ഫോർമൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഒരു അബദ്ധം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം. അറിയാൻ പാടില്ലാത്തൊരു ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്തു തന്നെ പറയാം, ക്ഷമിക്കണം സാർ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കറിയില്ല എന്ന് തന്നെ പറയുക. മുഖത്ത് നോക്കി നേരത്തെ പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയുക, ക്ഷമിക്കണം സാർ, ഇതിൻ്റെ ഉത്തരം എനിക്കറിയില്ല. അതാണ് ഏറ്റവും മാന്യമായ, അല്ലെങ്കിൽ ഏറ്റവും, അതായത് എല്ലാ അറിയാവുന്നവരായിട്ടും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയാവുന്നവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. എന്നാൽ ഒന്നും അറിയാൻ പാടില്ലാത്തവരായിട്ടും ആരുമില്ല. അറിയാവുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ സമീപനം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അറിയാവുന്ന കാര്യം കൃത്യമായി പറയാൻ ശ്രമിക്കുക, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാൻ ശ്രമിക്കുക. പിന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ചില പാനലുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, നമ്മളെ കൊണ്ട് ഉത്തരം പറയിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും എളുപ്പമുള്ള ഒരു ചോദ്യമല്ലേ, ചില ക്ലൂ ഒക്കെ നമുക്ക് വേണമെങ്കിൽ തരും. ആ സമയത്ത് നല്ലതുപോലെ ആലോചിക്കുക, എന്നെ കൊണ്ട് ഇതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുമോ. ടെൻഷൻ, ഒരു അറിയാൻ പാടില്ലാത്തൊരു ചോദ്യം കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. അവർ പറയുന്ന ക്ലൂവിൽ നിന്നും മിക്കവാറും നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. ശ്രദ്ധാപൂർവം അവർ പറയുന്നത് കേൾക്കുക. എന്നിട്ട് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഉത്തരം അറിയില്ല എന്ന് പറയുക. അതുപോലെ തന്നെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ചിരിച്ചുകൊണ്ട് ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ പോസിറ്റീവ് അല്ല കേട്ടോ. തീരെ നിവർത്തിയില്ലാത്ത ചോദ്യങ്ങൾക്ക് മാത്രമാണ് അറിയില്ല എന്ന് പറയേണ്ടത്. കിട്ടിയല്ലോ. അവരുടെ ക്ലൂ ഒക്കെ നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കിയ ശേഷം ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണെങ്കിൽ പറയുക തന്നെ വേണം. കിട്ടി. അടുത്ത കാര്യം നോക്കാം. വസ്തുനിഷ്ഠമായ ഉത്തരങ്ങളല്ല പാനൽ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ നിലപാടുകൾക്കാണ് മാർക്ക് വീഴുന്നത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒറ്റ വാക്കിലുള്ള ഉത്തരം നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ടാണ്, ആ പരീക്ഷയിൽ പാസ്സായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്കിനി അറിയേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നാണ്. അല്ലേ, ഒരുപാട് കോൺട്രവേഴ്സികൾ, അല്ലേ, ഒരുപാട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സാഹിത്യ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങൾക്ക് മലയാള സാഹിത്യ ലോകം വിഷയീഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹാകാവ്യ പ്രസ്ഥാനം ഒരു നെടുങ്കുതിരക്കെട്ടാണ്, അല്ലെങ്കിൽ കെട്ടിയെടുപ്പാണ് എന്ന് കുമാരനാശാൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചിത്രയോഗ നിരൂപണത്തിലാണ് ഇങ്ങനൊരു അഭിപ്രായം കുമാരനാശാൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്നാൽ ഒരു കാലത്തെ സാഹിത്യ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ മഹാകാവ്യ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഒരാൾ മികച്ച കവിയാണോ എന്ന് നിർണയിച്ചിരുന്നത് അയാൾ മഹാകാവ്യം എഴുതിയിട്ടുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സംസ്കാരം ഒരു വശത്ത് നിൽക്കെ മഹാകാവ്യം എന്നൊന്നിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുകയും തൻ്റെ വിവേകോദയം മാസികയിലൂടെ അത് അടിവരയിട്ട് തെളിയിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുമാരനാശാൻ. നമുക്ക് രണ്ടു പക്ഷത്തും നിൽക്കാവുന്നതാണ്. ഏതു പക്ഷത്ത് നിന്നാലും നമ്മളുടെ നിലപാടുകൾ കൃത്യമായിരിക്കണം. അതുപോലെ ദ്വിതീയാക്ഷരപ്രാസം, അപ്പോൾ രൂപഭംഗി, ഭാവഭംഗി, അല്ലേ, രണ്ടിലും നമുക്ക് നമ്മുടെ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടായിരിക്കണം. ദ്വിതീയാക്ഷരപ്രാസം വേണം എന്ന് പറഞ്ഞാൽ അതിനെ അനുകൂലിക്കാനും വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെ അനുകൂലിക്കാനും കൃത്യമായ പോയിന്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലേ, രൂപഭദ്രതാവാദം മുന്നോട്ട് വച്ച ജോസഫ് മുണ്ടശ്ശേരിയെയൊക്കെ ഓർത്തുകൊണ്ട് അദ്ദേഹം രൂപഭദ്രത എന്ന ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള പോയിന്റുകൾ എണ്ണമിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ നിലപാട് വിശദീകരിക്കാവുന്നതാണ്. ഒന്നും തെറ്റല്ല. രൂപഭദ്രതയിൽ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാലും അത് തെറ്റല്ല. പക്ഷേ എന്തൊരു കാര്യം നമ്മൾ പറഞ്ഞാലും നമ്മളുടെ നിലപാട് അതിലുണ്ടായിരിക്കണം. നമ്മളുടെ സ്വതന്ത്ര ചിന്താഗതി കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരമായിരിക്കണം നമ്മൾ പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇൻ്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇൻ്റർവ്യൂ പാനലാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ പറയുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഇനി എങ്ങോട്ട് പോകണം, ഏത് ചോദ്യമാണ് ഇനി എന്നോട് ചോദിക്കേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ നിർണ്ണയിക്കുന്നത് ഉദ്യോഗാർത്ഥിയാണ്. വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കൊരു കാരണവശാലും ഉത്തരം പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മെ തേടിയെത്തും. അല്ലേ, ഓരോ ഉത്തരം പറയുമ്പോഴും നമ്മളുടെ തലച്ചോറ് അവിടെ വർക്ക് ചെയ്യണം.
ഇനി അടുത്ത ചോദ്യം ചോദിക്കാനുള്ള ഒരു ഹുക്ക് അവിടെ ഇട്ടുകൊണ്ട് വേണം എൻ്റെ ചോദ്യം, അല്ലെങ്കിൽ എൻ്റെ ചോദ്യത്തിന്, ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ അവസാനിപ്പിക്കാൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്ത് ചോദ്യമാണ് അടുത്തത് വരേണ്ടത് എന്നത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഞാൻ ഇപ്പം പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ എന്തു പറയുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ പിടിച്ച പിടിയിൽ നിൽക്കും. എന്ത്? ഇൻ്റർവ്യൂ. നമ്മൾ പറയുന്ന ഉത്തരങ്ങൾ അത്രമാത്രം ശ്രദ്ധാപൂർവമായിട്ടാണ് പറയുന്നതെങ്കിൽ ആ ഇൻ്റർവ്യൂവിനെ നിയന്ത്രിക്കാൻ തന്നെ ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വസ്തുത. കിട്ടിയല്ലോ? കാര്യം മനസ്സിലായി. നമ്മളുടെ നിലപാടുകൾക്കാണ് ഇവിടെയെല്ലാം മാർക്ക് വീഴുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കാം, അല്ലേ? നിങ്ങളൊരു PhD തീസിസ് തയ്യാറാക്കിയ വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായും അത് നമ്മളുടെ ബയോഡാറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഡോക്ടറേറ്റ് എടുക്കുന്നത്, ആരാണ് നിങ്ങളുടെ ഗൈഡ്, ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് സമഗ്രമായി പറയാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കാം. അപ്പോൾ കൃത്യമായി നിങ്ങളുടെ തീസിസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിൻ്റെ പല POV, അല്ലേ, പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതിനെ പല തരത്തിൽ സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനിടയായ സാഹചര്യം എന്നിവ അടക്കമുള്ള ചോദ്യങ്ങൾ ഇൻ്റർവ്യൂകളിൽ ചോദ്യമായിട്ട് വരാറുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഉത്തരം പറയാൻ. പിന്നെയോ, ഒടുവിൽ വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യം പതിവാണ്. യെസ്, നമ്മൾ സാഹിത്യ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ ഒടുവിൽ വായിച്ച പുസ്തകം ഏത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരാണ്, ഞാൻ ഇന്നലെ കൂടി MT വാസുദേവൻ നായരുടെ കാലം എന്ന നോവൽ അല്ലെങ്കിൽ രണ്ടാമൂഴം എന്ന നോവൽ വായിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊന്നും പറഞ്ഞേക്കരുത്. ഒടുവിൽ വായിച്ച നോവൽ ഏത്, അല്ലെങ്കിൽ ഗ്രന്ഥം ഏത്, പുസ്തകം ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പുസ്തകം വേണം പറയാനായിട്ട്. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് നിങ്ങളൊരു മികച്ച നോവൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോവൽ വായിച്ചിട്ടുണ്ടാകണം. V. ഷിനിലാലിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സമീപകാലത്ത് ഏറെ വായിക്കപ്പെടുകയും ഏറെ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തതാണ്, അല്ലേ? അദ്ദേഹത്തിന് നോവൽ സാഹിത്യത്തിലും കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചെറുകഥാ സാഹിത്യത്തിലും കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. സമ്പർക്ക ക്രാന്തി, ഒരു ട്രെയിനിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട മുഴുനീള നോവൽ, ആദ്യ മുഴുനീള നോവൽ എന്ന പ്രാധാന്യം സമ്പർക്ക ക്രാന്തി എന്ന നോവലിനുണ്ടല്ലോ. അപ്പോൾ ആ നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. മലയാള നോവൽ സാഹിത്യത്തിലുണ്ടായ ഒരു പരീക്ഷണമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്കാണ് അദ്ദേഹത്തിന് ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ആ സമാഹാരമാണ് നിങ്ങൾ വായിച്ചതെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഏറെ ശ്രദ്ധ നേടുന്ന അല്ലെങ്കിൽ ഏറെ വായിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സമീപകാലത്ത് V. ഷിനിലാല്. ഞാനൊരു അഭിപ്രായം പറഞ്ഞുവെന്ന് മാത്രം. സമീപകാലത്ത് മലയാള സാഹിത്യത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരുപാട് എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങളുമുണ്ട്. ഇപ്പോൾ ആത്രേയകം പോലെയുള്ള നോവൽ എഴുതിയ R. രാജശ്രീ, അല്ലേ? കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവൽ തന്നെ വളരെ ശ്രദ്ധ നേടിയതാണ്. അവർക്കതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാണ്. അതിനുശേഷം പുരാണ പശ്ചാത്തലത്തിൽ നിരമിത്രൻ എന്ന കഥാപാത്രത്തെ, ശിഖണ്ഡി എന്ന് നമ്മൾ വിളിക്കുന്ന മഹാഭാരതത്തിലെ കഥാപാത്രത്തെ നിരമിത്രൻ എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ആത്രേയകം എന്ന നോവലിൽ. നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലേ, പുതിയൊരു കാഴ്ചപ്പാടാണ്, പുതിയൊരു സമീപനമാണ്. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെ പ്രതീകമായിട്ട്, പ്രതിനിധിയായിട്ട് നമുക്ക് നിരമിത്രനെ പരിഗണിക്കാം എന്നിങ്ങനെയുള്ള ഏറ്റവും ആധുനികമായ, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പോയിന്റുകളാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദൈക്ഷണികത അത്രയും മികച്ചതാണ് എന്ന നിലയിലായിരിക്കും വിലയിരുത്തപ്പെടുക. യാഥാസ്ഥിതികമായ ചിന്താഗതികൾ, യാഥാസ്ഥിതികമായ പോയിന്റുകൾ കഴിവതും ഒഴിവാക്കുക. നിങ്ങൾ ഏറ്റവും പുതിയ തരത്തിൽ ചിന്തിക്കുന്ന, ഏറ്റവും മോഡേൺ ആയി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യം നിങ്ങളുടെ ഓരോ സെന്റൻസിൽ നിന്നും ഇന്റർവ്യൂ പാനലിന് ബോധ്യപ്പെടണം എന്നുള്ളതാണ്. പിന്നെ ചോദ്യം വ്യക്തമാകാത്ത പക്ഷം ഏറ്റവും ഭവ്യതയോടുകൂടി ആവർത്തിക്കാൻ ആവശ്യപ്പെടുക. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നു, നമുക്കത് വ്യക്തമായില്ല, നമുക്ക് എന്ത് പറയാം?
ക്ഷമിക്കണം സാർ, എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല, ദയവായി ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം എന്താണ്, ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് വ്യക്തമാകണമെന്നില്ല. രണ്ടാമതൊരു വട്ടം കൂടി ചോദിച്ചാൽ അത് ഒരു മോശം പ്രവണതയായിട്ട് വിലയിരുത്തപ്പെടുമോ എന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ചോദിക്കുക തന്നെ വേണം. വ്യക്തമാകാത്ത ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനേക്കാൾ ഭേദമാണ് ഒന്നുകൂടി ആ ചോദ്യം വ്യക്തമായി കേട്ടതിന് ശേഷം കൃത്യമായ ഉത്തരം നൽകുന്നത്. കിട്ടിയല്ലോ. അടുത്ത കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് കൊള്ളാം, ഇയാൾ കൊള്ളാം, ഇയാളുടെ ക്ലാസ് എങ്ങനെയുണ്ട് എന്നും കൂടി ഒന്ന് വിലയിരുത്തിയേക്കാം എന്ന് പാനൽ ചിന്തിക്കാറുണ്ട്. ഒരു ടോപ്പിക്ക് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളൊരു ക്ലാസ് എടുത്തോളൂ എന്ന് നിങ്ങൾ പറയുമ്പോൾ പല പല കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. നോക്കൂ, പാനലിനല്ല, ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത് എന്ന ധാരണയോടുകൂടി ക്ലാസ് ആരംഭിക്കുക. നമ്മൾ HSA പാസ്സായവരാണ് അല്ലെ, HSA ടെസ്റ്റ് പാസ്സായവരാണ്, ഹൈസ്കൂൾ കുട്ടികളാണ് നമ്മളുടെ മുൻഗണന ആണല്ലോ. അപ്പോൾ നമ്മളുടെ മുന്നിലിരിക്കുന്ന പാനലിനെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളായിട്ട് നമ്മൾ പരിഗണിക്കണം. ഹൈസ്കൂൾ പാഠപുസ്തകത്തിലുള്ള ഏതെങ്കിലും ഒരു പാഠഭാഗം നിങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് വേണം പോകാൻ. കാവ്യശകലമാണെങ്കിൽ അതിന് പ്രത്യേക പരിഗണന കിട്ടും എന്നുള്ളതാണ്. കാരണം കവിതയിലെ വരികൾ ചൊല്ലി ക്ലാസ് എടുക്കാൻ കഴിവുണ്ടോ ഒരു സാഹിത്യ അധ്യാപകൻ എന്ന നിലയിൽ? അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ 10ാം ക്ലാസ് പാഠപുസ്തകത്തിലാണെങ്കിൽ ആദ്യത്തെ പാഠഭാഗം എന്താണ്? ലക്ഷ്മണ സാന്ത്വനമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമുണ്ട്. എഴുത്തച്ഛൻ്റെ വരികൾ എന്ന നിലയിൽ മിക്കവാറും മത്സര പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതുപോലെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക് നീ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന് നിർണയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഇങ്ങനെ എഴുത്തച്ഛൻ്റെ തത്വചിന്തകൾ അഥവാ ജീവിത ദർശനങ്ങൾ എന്ന നിലയിൽ പരിഗണിക്കാവുന്ന മിക്കവാറും വരികൾ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ലക്ഷ്മണ സാന്ത്വനത്തിൽ നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന വരികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ മൂല്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ പാനലിനാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് വിചാരിക്കരുത്. വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ക്ലാസ് അല്ല വേണ്ടത്. ആദ്യം തന്നെ നിങ്ങളുടെ കുട്ടികളാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഇന്ന് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആഹാരമൊക്കെ കഴിച്ചിട്ടാണോ വന്നത്? ഇന്ന് മലയാളം ക്ലാസ് ആണ്. മലയാളം ക്ലാസ് എന്ന് പറയുമ്പോൾ മലയാള ഭാഷയുടെ പിതാവ് ആരെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആരാണ് മലയാള ഭാഷയുടെ പിതാവ് ഒന്ന് പറയാമോ എന്നൊക്കെ രസകരമായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഇൻ്ററാക്ഷൻ ക്ലാസ്സിൽ നടത്തിക്കൊണ്ട് വേണം ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട്. ലെസൺ പ്ലാൻ ഒക്കെ എഴുതി തയ്യാറാക്കി അത് പഠിച്ച് പരിശീലിച്ചവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു ആക്ടിവിറ്റി അല്ലെ, ഒരു ട്രയൽ ആക്ടിവിറ്റി നമ്മൾ കൊടുക്കാറുണ്ട് കുട്ടികളെ ഒന്ന് ഉണർത്താനായിട്ട്, അല്ലെങ്കിൽ കുട്ടികളെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത് എന്നാണ് ലെസൺ പ്ലാനിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പാഠഭാഗവുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ് ഒന്നും നിങ്ങളോട് എടുക്കാൻ ആവശ്യപ്പെടില്ല. നിങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അവർക്ക് പാനലിന് വ്യക്തമാകും. ക്ലാസ് നിർത്തിക്കൊള്ളാൻ നിങ്ങളോട് ആവശ്യപ്പെടും. എല്ലാവരോടും ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെടാറില്ല കേട്ടോ, ചിലരോട് മാത്രമേ അങ്ങനെ ആവശ്യപ്പെടാറുള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പാകത്തിനുള്ള ക്യാപ്ഷനുമായി ക്ലാസ്സുകൾ ആരംഭിക്കുക. അതാ ഞാൻ പറഞ്ഞത്, മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും ശരിയായ ഉത്തരം പറയണമെന്നില്ല. തെറ്റായ ഉത്തരവും ചിലപ്പോൾ ഉയർന്നു കേട്ടേക്കാം. അപ്പം നമ്മൾ തന്നെ ഉത്തരം പറയുകയാണ്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നതെന്നറിയാമോ? ഏറ്റവും ചുരുങ്ങിയ വാക്യങ്ങളിൽ നമുക്കത് പറയാം. ഒരച്ഛനിൽ നിന്ന് മകൻ അല്ലെങ്കിൽ മകൾക്ക് എന്താണോ ലഭിക്കുന്നത്, രൂപവും ഭാവവും, അത് മലയാള ഭാഷയ്ക്ക്, ആധുനിക മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് എഴുത്തച്ഛനിൽ നിന്നാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്.
എന്നൊക്കെയുള്ളത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം. എന്നിട്ടാണ് നമ്മൾ എന്തു പറയുന്നത്, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള പാഠഭാഗം ലക്ഷ്മണ സാന്ത്വനമാണ്. ലക്ഷ്മണൻ എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അപ്പോൾ പറയും ശ്രീരാമൻ്റെ അനിയനാണ് ലക്ഷ്മണൻ എന്നൊക്കെ കുട്ടികൾ വിളിച്ചു പറയും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിലേക്ക് കടക്കുന്നത്. ഈ ഒരു അനുഭവം ആർക്കുണ്ടാകണം? നമ്മുടെ ഇൻ്റർവ്യൂ പാനലിന് ഉണ്ടാകണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കവിത ചൊല്ലാനുള്ള അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുക കേട്ടോ. ഒരു സാഹിത്യ അധ്യാപകൻ എന്ന നിലയ്ക്ക്, അധ്യാപിക എന്ന നിലയ്ക്ക് തീർച്ചയായും കവിതാശകലങ്ങൾ ചൊല്ലേണ്ടതായി വരും. അതേ വൃത്തത്തിൽ തന്നെ, ഇപ്പൊ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് കാകളിയാണ്. അതേ ഈണത്തിൽ തന്നെ ചൊല്ലി ക്ലാസ് എടുക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. അതല്ല എന്നാണെങ്കിൽ പോലും കാവ്യശകലങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ അത് മികച്ച ഒരു ഗുണമായി തന്നെ കണക്കാക്കപ്പെടും. പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ആത്മവിശ്വാസത്തോടു കൂടി മറുപടി പറയുക. ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിലും അറിയാൻ പാടില്ലെങ്കിലും ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരം പറയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അറിയാമെങ്കിൽ അറിയാം ഉത്തരം പറയുക, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുക. പിന്നെ ഇൻ്റർവ്യൂ അവസാനിപ്പിച്ച് മടങ്ങുന്ന സമയത്ത് നന്ദി പ്രകാശിപ്പിക്കാൻ മറക്കാതിരിക്കുക. അല്ലേ, നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ബഹുമാനം, സ്നേഹം എന്നിവ 3 പേരോടും, മിക്കവാറും 3 പേരായിരിക്കും, 3 പേരോടും ആ കാര്യം പറയാനായിട്ട് ശ്രദ്ധിക്കണം. താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ 3 പേരോടും പറയുക. നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിച്ചില്ല, നിങ്ങൾ അല്പം നിരാശയോടുകൂടിയാണ് മടങ്ങുന്നത് എങ്കിൽ പോലും ആ നന്ദി പ്രകാശനത്തിന് പ്രത്യേക പരിഗണനയുണ്ട് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇനി ശ്രദ്ധിക്കേണ്ടതായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പാനലിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചാൽ 100% ഞാൻ ഉറപ്പു പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.